കരുത്തോടെ ആവേശമായി കോൺഗ്രസ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നേതൃദാരിദ്ര്യമല്ല, മറിച്ച് നേതൃസമിതിയാണ്. UDF അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ 63 MLA-മാരും മന്ത്രിപദത്തിന് ഒരുപോലെ യോഗ്യരാണ് എന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു കൃത്യമായ പരിഗണനയ്ക്ക് ശേഷം എണ്ണം 19 പേരിലേക്കെത്തുമ്പോഴും അവിടെ നേതൃത്വത്തിന് മുന്നിലുള്ള ചോദ്യം ഒരേ ഒന്നാണ്: ഇത്രയും മികവുറ്റവരിൽ ആരെ തിരഞ്ഞെടുക്കും? ഘടകകക്ഷികൾക്കുള്ള സ്ഥാനങ്ങൾ കഴിഞ്ഞ് ബാക്കി വരുന്ന ഏതാനും മന്ത്രിസ്ഥാനങ്ങളിലേക്ക് ആളുകളെ കണ്ടെത്തുക എന്നത് ഒരു സാധാരണ രാഷ്ട്രീയ തീരുമാനം മാത്രമല്ല, മറിച്ച് കഴിവും അനുഭവവും ജനപിന്തുണയും തമ്മിലുള്ള മികച്ച സമവാക്യം കണ്ടെത്താനുള്ള വലിയ ഉത്തരവാദിത്തമാണ്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു നേതാവിനെ തേടി നടക്കുമ്പോൾ കോൺഗ്രസിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന അനുഭവസമ്പന്നരായ ഭരണപരിചയമുള്ള നേതാക്കളുടെ വലിയ നിര തന്നെയുണ്ട്. അതുകൊണ്ടുതന്നെ ഈ പ്രസ്ഥാനത്തിനെതിരെ വിമർശനങ്ങളും കല്ലേറുകളും ഉയരുന്നത് സ്വാഭാവികമാണ്. മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന പഴഞ്ചൊല്ല് പോലെ കരുത്തും ജനപിന്തുണയുമുള്ള പ്രസ്ഥാനങ്ങൾക്കാണ് എതിരാളികളുടെ ശ്രദ്ധ കൂടുതൽ ലഭിക്കുക. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും വിവാദങ്ങളിൽ തളരുന്ന പ്രസ്ഥാനമല്ല. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനും അഭിപ്രായ വ്യത്യാസങ്ങളെ ഐക്യത്തിന്റെ കരുത്താക്കി മാറ്റാനും ഈ പ്രസ്ഥാനത്തിന് ചരിത്രപരമായ കഴിവുണ്ട്. ഇവിടെ വ്യക്തികളല്ല വലുത്, ജനനന്മയും ജനാധിപത്യ മൂല്യങ്ങളും പാർട്ടി അച്ചടക്കവുമാണ് ഏറ്റവും വലുത്. ഈ കരുത്തുറ്റ നേതൃത്വത്തോടെയും ജനവിശ്വാസത്തോടെയും കൂടി കേരളത്തെ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പാതയിലേക്ക് നയിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഉറപ്പാണ്. ആ ആത്മവിശ്വാസത്തോടെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവീര്യത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.